ഹലോ, ഞാൻ ഡോക്ടർ പ്രഭ ബാനർജി, സൈക്കാട്രിസ്റ്റ്. ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതാ. ആദ്യം ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നതിന്. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും എന്നോട് പറയാം. ഹലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് അവൻ്റെ സ്വഭാവം. അവൻ എപ്പോഴാണോ 90 വരച്ചത്, സംടൈം ഹീ ഗെറ്റ്സ് ലോസ്റ്റ്. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ തന്നെയാണ്. ഡോണ്ട് വറി, നിങ്ങൾ നാളെ ഈ സമയത്ത് വാ. എന്താന്ന് നോക്കാം. പ്രഭേ, നീ കാണുന്ന സംഭവങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ? എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ. അതായിരുന്നോ നിന്റെ പാസ്റ്റ് ലൈഫ്? ഹൗ യു ഫീലിംഗ്? വെരി ലൈറ്റ് സർ, വെരി പീസ്ഫുൾ. പ്രഭേ, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി മനുഷ്യൻ്റെ അറിയപ്പെടാത്ത പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയില്ല. ഡോക്ടർ, നിങ്ങൾക്കറിയാലോ, മെഡിക്കൽ സയൻസ് ഇത് അംഗീകരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞകാല ജീവിതമല്ലെന്ന് അവർ പറയുന്നു. ഓർമ്മകൾ കേവലം ക്രിപ്റ്റോംനാറ്റിയയും ആശയക്കുഴപ്പവും ബുദ്ധിമുട്ടുള്ള വാക്കാണ്. ഞാൻ എളുപ്പത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരു വശം രോഗിയുടെ ലൈഫ് ടൈം എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ അടിച്ചേൽപ്പിക്കപ്പെട്ട നിർദ്ദേശമാണ്. അത് എന്തുകൊണ്ടാണ് ഇവ രണ്ടും ചേർന്ന് ഒരു ഭാവന സൃഷ്ടിക്കുന്നത്? എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടർ മലിക്, ലണ്ടനിലെ ഗ്രേ മാഗസീൻ അതിനെക്കുറിച്ച് എന്തോ പറയുന്നുണ്ട്. നിങ്ങളെല്ലാം പേഷ്യന്റ് ബ്രെയിൻ വാഷ് ചെയ്യാണ്. നിങ്ങളൊക്കെ അത് കണ്ടതാണല്ലോ. ഞാൻ ഒരിക്കലും അവളുടെ ചിന്തയെ സ്വാധീനിച്ചിട്ടില്ല, ഗൈഡ് മാത്രം ചെയ്തു. അപ്പോ നമ്മളെല്ലാവരും അതിന്റെ അർത്ഥം വീണ്ടും വീണ്ടും പുനർജനിക്കും എന്നതാണോ? ശരിക്കുമല്ല. നമ്മുടെ ആത്മാവ് ഹിന്ദു ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ പുനർജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും നന്നായി എഴുതിയിട്ടുണ്ട്. ജീവിതവും മരണവുമെല്ലാം ശരിക്കും ഒരു ചക്രമാണ്. ദിസ് ഇസ് അമേസിംഗ്. ഇന്ന് ഞാനിത് നേരിട്ട് കണ്ടില്ലായിരുന്നു എങ്കിൽ ഞാനിതൊരിക്കലും വിശ്വസിക്കില്ലായിരുന്നു ഡോക്ടർ. നീ കർമ്മങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? കർമ്മം മറ്റൊന്നുമല്ല, പേയിങ് ഓഫ് IOU സ്ലീപ്പ്. മനസ്സിലായില്ല അല്ലേ? ഞാൻ വിശദീകരിക്കാം. നീ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നീ ഒരുപാട് ലാഭം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നന്മകൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. ഏതോ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് മോശം സംഭവിച്ചു. ഇൻ യുവർ കേസ് പ്രഭ, ക്രൂരമായ കൊലപാതകം. അപ്പോൾ നിന്റെ പൂർവ്വജന്മത്തിലെ ദേഷ്യവും കോപവുമെല്ലാം പിന്നെ എടുക്കുന്ന ജന്മത്തിലേക്ക് തിരിച്ചു വരുന്നു. അതായത് IOU സ്ലീപ്പ് ദാറ്റ് നീഡ് ടു ബി ഫുൾഫിൽഡ്. എന്നാ നമ്മളിപ്പോൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ നമുക്കിതെങ്ങനെ യൂസ്ഫുൾ ആവും ഡോക്ടർ? ശരി, ഞാൻ പറഞ്ഞു തരാം. തൻ്റെ പ്രശ്നത്തിൻ്റെ മൂലകാരണങ്ങൾ തിരിച്ചറിയാൻ ആർക്കാണ് കഴിഞ്ഞത്? അത് വെറും ഭാവന മാത്രമായിരുന്നില്ല, അത് ശരിക്കും യഥാർത്ഥ സംഭവങ്ങളായിരുന്നു. അതാണ് ലക്ഷണങ്ങൾ ഉണ്ടാക്കിയത്. അവൻ്റെ 89 നമ്പർ കാണുമ്പോൾ പേടിക്കുന്നത്, ചില ആകസ്മികമായ സംഭവങ്ങൾ കാണുമ്പോൾ ശ്വാസമുട്ടൽ പോലുള്ള പ്രവൃത്തികൾ. ഇത് ശരിക്കും
നേരത്തെ ഉണ്ടായ ജന്മത്തിൻ്റെ ഇംപ്രഷനാണ്. അതായത് നോട്ടിൽ എഴുതുമ്പോൾ അതിൻ്റെ താഴെ കാണുന്ന ഇംപ്രഷൻ പോലെ, അതുപോലെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രഭ നേരത്തെക്കാളും നന്നായിട്ടുണ്ട്. 100% ശരിയായെന്ന് പറയാറായിട്ടില്ല. ഇപ്പോൾ ശരിക്കുള്ള ദിശയിലാണ് നമ്മൾ പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. എന്തു പറ്റി പ്രഭേ? ഹോപ്പ്ഫുള്ളി. താങ്ക് യു. ഡോണ്ട് താങ്ക് മീ. അവരോട് പറയൂ, അവരുടെ നല്ല മനസ്സിന്. താങ്ക് യു. അനൂപ്, ഐ നീഡ് യുവർ ഹെൽപ്പ്. എനിത്തിങ്. എനിക്ക് എൻ്റെ നൈറ്റ് മെയർ എന്താന്ന് കണ്ടുപിടിക്കണം. രാത്രിയും പകലും എനിക്ക് വല്ലാത്ത ശല്യം തന്നെയാണ്. കഴിഞ്ഞ രാത്രി ഉത്തര കൊൽക്കത്തയിൽ 68 വയസ്സുള്ള സുബീർ എന്ന വ്യക്തിയുടെ മൃതദേഹം കിട്ടി. അയാളുടെ നെറ്റി കീറി പൊളിച്ച് അതിൽ 89 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നോക്കു പ്രഭ, ഇതാണ് സുബീർ ദാസ്. ഇനിയൊരു കാര്യം കൂടിയുണ്ട്. The number killer's days numbered. Sabyasachi Pal, owner of the KP Group of Companies, has been arrested and charged with the cold-blooded murders of 88 people, whose body have been recovered by police. He is suffering from high fever and stalking with his next victim when an alert call from Long by a standard gave him away. The local... പറയൂ ഋതിക്. What? വെരി ഗുഡ്. പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ എനിക്ക് പെട്ടെന്നൊന്ന് അയച്ചതാ. ഗുഡ് ജോബ്. ബൈ. പ്രഭ, ഹീസ് അലൈവ്. സബ്യസാച്ചി പാൽ ഇപ്പോഴും ജീവനോടെയുണ്ട്. ലുക്ക് മിസ്റ്റർ പാൽ, സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞേ? നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുമ്പോ ഡോക്ടറോട് പറഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ചാൽ മതി. 90 ആ വർഷത്തിലെ ആദ്യത്തെ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. അപ്പം നിങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു? എന്താ? ആയിരത്തി 1990 നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു എന്ന് ചോദിച്ചേ? രണ്ടു വയസ്സ്. രണ്ട് കണ്ണുകൾ, അതായത് നിങ്ങളുടെ നല്ല ഭംഗിയാണ്. 1990 25 ജാനുവരി നോർത്ത് ഈസ്റ്റ് യൂറോപ്പിലെ ബാൻഡേജ് സ്റ്റോമിൽ 97 പേരാണ് മരിച്ചത്. 97 4 മെയ് 1990 ആന്ധ്രാപ്രദേശിലെ സൈക്ലോണിൽ 967 പേര് മരിച്ചു. 967 ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ മരിച്ചു. 1990 21 ജൂൺ ഇറാനിലെ ഭൂകമ്പത്തിൽ വലിയൊരു ബിൽഡിംഗ് വീണ് 700 ആളുകൾ മരിച്ചു. 1000 കൂടുതലാകാനാണ് സാധ്യത. മരിച്ചു. ലോകത്തിലെ വലിയ കൊലയാളി ഭൂമി തന്നെയാ. ഈ 90 എന്ന് പറയുന്നത് യൂണിറ്റിന്റെ പെർഫെക്റ്റ് നമ്പറാ. പെർഫെക്റ്റ്. 90 ഡിഗ്രിയെ ഞങ്ങൾ റൈറ്റ് ആംഗിൾ എന്ന് പറയും. ദ റൈറ്റ് ആംഗിൾ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ,
ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആണെന്ന്? സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളാ. നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചൊന്ന് പറയാവോ? ബോർഡർ. എന്താ? അതായത് അതിർവരമ്പ്, ഒരു മതിൽ. ഇതുപോലൊരു അതിർവരമ്പ് കടന്നാലാണ് യുദ്ധം ഉണ്ടാകുക. ഇത് മറികടക്കരുതെന്നല്ലേ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, ശരിയല്ലേ? നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വളരെ നന്നായിട്ടുണ്ട്. ഇന്ന് വേണ്ട പ്ലീസ്. വയറ് നിറച്ച് ചോറും മീൻകറിയും തിന്നു കഴിഞ്ഞപ്പോ നന്നായിട്ട് ഉറക്കം വരിക. ബാക്കി കാര്യം നാളെ ഉറപ്പ്. കാരണം സർക്കാർ അനുവാദം തന്നിരിക്കല്ലേ.